പബ്ലിക് എക്സാമിൻ്റെ ആൻസർ കീയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊരു ലാംഗ്വേജ് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇതാണ് ഉത്തരമെന്ന് ഇപ്പോഴേ ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഒഫീഷ്യലായിട്ടുള്ള ഒരു ആൻസർ കീ വരണം. എങ്കിലും ചോദ്യങ്ങൾ നമുക്ക് സാധാരണ കാണിച്ചു പോകുമ്പോൾ തന്നെ മനസ്സിലാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന എഴുത്തുകാരനെ യോജിക്കുന്നവ ഏതെല്ലാം? ആണ് ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ്, അതേപോലെ തന്നെ നോബൽ സമ്മാന ജേതാവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കലാമണ്ഡലം ഹൈദരാലിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ എഴുതുക. ഏതൊക്കെയാണ്? പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ കല സഹായിച്ചു, ജന്മസിദ്ധിയും സാധനയും കലാകാരനെ രൂപപ്പെടുത്തുന്നു. മൂന്നാമത്തേത്, കാക്കാരശ്ശി നാടകത്തിന് അനുയോജ്യമായവ ഏതെല്ലാം? സാമൂഹിക വിമർശനം ലക്ഷ്യമാക്കുന്നു, സംഗീതം, നൃത്തം, അഭിനയം എന്നിവയ്ക്ക് പ്രാധാന്യം. നാലാമത്തെ ക്വസ്റ്റ്യൻ, കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന പാഠഭാഗത്തിന് യോജിച്ചത് എടുത്തെഴുതുക. കമ്പ്യൂട്ടറിലൂടെ വരുന്ന സന്ദേശങ്ങൾക്ക് കയ്യൊപ്പില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന ഫീച്ചറിന് ചേരുന്ന 2 സവിശേഷതകൾ എഴുതുക. വൈകാരികമായ ഭാഷ, ആകർഷകമായ തലക്കെട്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകത്തിന് യോജിക്കുന്നവ ഏതെല്ലാം? ജീർണമായ അധികാര വ്യവസ്ഥ, തനതു നാടകം. പിന്നെ നമുക്കൊരു കോളം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് നമുക്കൊന്ന് നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യനാണ്, ഒരു 4 മാർക്കിൻ്റേതാണ്. പത്രങ്ങൾ എന്താണ്? അച്ചടി മാധ്യമമാണ്. ഇൻസ്റ്റാഗ്രാം എന്താണ്? സാമൂഹിക മാധ്യമമാണ്. ടെലിവിഷൻ എന്താണ്? ദൃശ്യ മാധ്യമമാണ്. റേഡിയോ ശ്രാവ്യ മാധ്യമമാണ്. പിന്നെ നമുക്കൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഈ ഒരു പാസേജ് തന്നിട്ട് അതിന് എടുത്തെഴുതാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വന്തം രചനകളുടെ പ്രചാരവുമായി ബന്ധപ്പെട്ടുള്ള എഴുത്തുകാരുടെ പൊതു സ്വഭാവം എന്താണ്? എന്താണ് ഉത്തരം വരുന്നത്? ഓരോ കാലത്തും ലഭ്യമായ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ സാഹിത്യ രചനകളുടെ മഹിമകൾ ആകാവുന്നത്ര പ്രചരിപ്പിക്കുവാൻ എല്ലാ എഴുത്തുകാരും ശ്രമിച്ചിട്ടുണ്ട്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇടശ്ശേരിയുടെ പ്രത്യേകതയെക്കുറിച്ച് ലേഖകൻ്റെ അഭിപ്രായം എന്ത്? അടിമുതൽ മുടി വരെ മനുഷ്യൻ മാത്രമായ കവിയായിരുന്നു ആര്? ഇടശ്ശേരി. 26ാമത്തെ ക്വസ്റ്റ്യൻ, പുരാണ ബിംബങ്ങളുടെ അവതരണത്തിൽ ഇടശ്ശേരിയുടെ സമീപനം എന്തായിരുന്നു? പുരാണ ബിംബങ്ങൾ കവിത വിഷയമാക്കിയപ്പോഴും അവയുടെ മനുഷ്യ സംബന്ധങ്ങളിലാണ് ഇടശ്ശേരി എന്ത് ചെയ്തത്? ശ്രദ്ധിച്ചത്. അപ്പോൾ എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും വരുന്നത്, +2കാർക്ക് എന്താണ്? നമ്മുടെ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ ഞാൻ ചെയ്യും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.